ഡിയേഴ്സ്, സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊമേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. നോക്കുക, ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 7, 77, 777, എക്സെട്ര. ഇതിന് പകരം ചിലപ്പം 8, 88, 888, അങ്ങനെ പോവാം. ചിലപ്പം വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കാം, ഇതേ പാറ്റേണിൽ വരും. അപ്പോൾ എല്ലാം ചെയ്യേണ്ടത് ഒരേപോലെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് സമ്മ് കണ്ടുപിടിക്കാനാണ്, n ടേംസ് വരുന്ന സമ്മ് കണ്ടുപിടിക്കാനാണ്. GP ആണോ മക്കളെ? ഇതൊരു GP ആണോ? അല്ല. GP ആണെങ്കിൽ എന്താ, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. 77 ഡിവൈഡ് ബൈ 7 11 ആണ്. അത് തന്നെയായിരിക്കണം തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേമും കിട്ടുന്നത്. പക്ഷേ 777 ഡിവൈഡ് ബൈ 77 എന്ന് പറഞ്ഞാൽ 11 അല്ല. അപ്പം എന്തല്ല, അതൊരു GP അല്ല. അപ്പൊ ഇതിന്റെ സം എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് സം എഴുതി നോക്കാം. ചുമ്മാ സം എഴുതി നോക്കാം. എങ്ങനെയാ? 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് അപ് ടു, അങ്ങനെ പോയി പ്ലസ് അപ് ടു n ടേംസ് അല്ലെ? അപ് ടു n ടേംസ് അല്ലെ? n ടേംസ് വരണ്ടല്ലോ, അതിന്റെ സം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെയുള്ള നമ്പർ ഏത് നമ്പറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നമ്പർ നമ്മൾ പുറത്തെടുക്കുക. 7 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ 7 പുറത്തെടുത്തു. 7 പുറത്തെടുത്ത ബ്രാക്കറ്റിൽ എന്താ വരിക? 7 പോയാൽ 7 ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ബാക്കി എന്താ ഉണ്ടാവുക അറിയാം? ഡിവൈഡ് ചെയ്യണം. 7 ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് 77 പോയാൽ 77 ഡിവൈഡ് ബൈ 7 11 പ്ലസ് 777 പുറത്തു പോയാൽ 777 ഡിവൈഡ് ബൈ 11 7 111 പ്ലസ് അങ്ങനെ അപ് ടു n ടേംസ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ 8 പ്ലസ് 88 പ്ലസ് 888 വെച്ചാൽ നമ്മൾ 8 പുറത്തെടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനാ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സാധനം മാറിപ്പോകൂലേ? അപ്പോൾ അങ്ങനെ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഇൻഎഫക്റ്റീവ്ലി ഇപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 9/9 കൊണ്ട്. 9/9ന്റെ വാല്യൂ 1 ആണല്ലോ. എടാ 9/9ന്റെ വാല്യൂ 1 അല്ലേ? 1 കൊണ്ട് നമ്മളൊരു സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ സാധനത്തിന്റെ വാല്യൂ മാറുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു അറിയാടാ? ഈ ഡിവൈഡഡ് ബൈ 9 നമ്മൾ 7ന്റെ അടിയിൽ തന്നെ വെക്കും. 7/9. പക്ഷേ ഇൻറ്റു 9 നമ്മൾ ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ആ ടേംസ് ഉള്ളത്. അപ്പോൾ എല്ലാത്തിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 × 1 9, 9 × 11 99 പ്ലസ് 9 × 999 999 999 പ്ലസ് അപ് ടു n ടേംസ്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, 7/9 ഇൻറ്റു ഈ 9 എനിക്ക് 10 - 1 എന്ന് എഴുതാലോ. 10 - 1 എഴുതി പ്ലസ് അടുത്ത 99 അല്ലേ? 99 എനിക്ക് 100 - 1 എഴുതി കൂടെ. 100 - 1 പ്ലസ് 999 എനിക്ക് 1000 - 1 എഴുതാലോ. അപ് ടു n ടേംസ്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇത് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിർത്തി എഴുതാണ്. ഇതന്നെ നിർത്തി എഴുതാണ്. അടുത്ത പേജ് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതന്നെ എടുത്ത് എഴുതാം കേട്ടോ. സെയിം സാധനമാണ് എഴുതിയത്. കഴിഞ്ഞ പേജിൽ എഴുതിയ സെയിം സാധനം ഞാൻ എഴുതി. ഇനി നോക്കിക്കോ മക്കളെ. 7/9 ഇൻറ്റു ഈ ഫസ്റ്റ് ടൈമിൽ 10 എന്ന് പറഞ്ഞാൽ 10⁻1 ആണ് അല്ലെ? 10⁻1 - 1 പ്ലസ് സെക്കൻഡ് ടൈം എന്താ 100 - 1 അല്ലേ? അപ്പോൾ 100 എനിക്ക് 10² എന്ന് എഴുതാനോ. 10² - 1 പ്ലസ് തേർഡ് ടൈം എന്താ? 1000 - 1 അല്ലേ? 1000 എനിക്ക് 10³ എന്ന് എഴുതിക്കൂടെ. 10³ - 1 പ്ലസ് അങ്ങനെ എവിടെ വരെ പോവും? അത് നമുക്ക് എഴുതാം. ഒരു മിനിറ്റ്, അതിന് മുന്നേ ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഫസ്റ്റ് ടൈം ആകുമ്പോൾ അത് 10⁻1 - 1. സെക്കൻഡ് ടൈം ആകുമ്പോൾ അത് 10⁻2 - 1. തേർഡ് ടൈം ആകുമ്പോൾ അത് 10⁻3 - 1. നിങ്ങൾ ആലോചിച്ച്, ഫസ്റ്റ് ടൈം 10⁻1 - 1, സെക്കൻഡ് ടൈം 10⁻2 - 1, തേർഡ് ടൈം 10⁻3 - 1. അപ്പൊ nth ടൈം എന്താ വരിക? nth ടൈം 10⁻n - 1 അല്ലേ വരിക? 10⁻n - 1 അല്ലേ വരിക? ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. സോ 7/9 ഇൻറ്റു ഈ 10 നമുക്ക് ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. കാരണം എല്ലാം പ്ലസ് മൈനസ് അല്ലേ? ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. 10 ഒക്കെ നമ്മൾ ഒരുമിച്ച് എഴുതാം. 10ന്റെ പവേഴ്സ് ഒക്കെ നമ്മൾ ഒരുമിച്ച് എഴുതാം. അപ് ടു ഇവിടെ വരെ അല്ലെ? അപ്പൊ എന്താ? 10⁻1 പ്ലസ് 10² പ്ലസ് 10³ പ്ലസ് അപ് ടു അങ്ങനെ ഇവിടെ വരെ 10⁻n വരെ. ഓക്കെ. അതേപോലെ മൈനസ് വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം. എങ്ങനെയാ? ഇവിടെ ഒരു -1 പിന്നെ -1 അങ്ങനെ -1 അങ്ങനെയാ? -1 അപ് ടു n ടേംസ്, അപ് ടു n വരെ, അപ് ടു n ടേംസ് ഉണ്ടാവും. n എണ്ണം ഉണ്ടാവും. -1ന്റെ എണ്ണം n ആണ്.
എത്ര മൈനസ് 1 ഉണ്ടാവും വെച്ചാൽ n എണ്ണം ഉണ്ടാവും. ഓക്കെ, അതവിടെ വെക്കുക. 7/9 ഇൻറ്റു ഇതൊരു ജി പി അല്ലേ. ഫസ്റ്റ് ടേം 10 10 മൾട്ടിപ്ലൈ 10 സ്ക്വയർ, അതിന് 10 മൾട്ടിപ്ലൈ 10 ക്യൂബ്, അങ്ങനെ പോയി 10⁻n വരെ. ഫസ്റ്റ് ടേം 10ഉം എന്താടാ ഫസ്റ്റ് ടേം a = 10ഉം കോമൺ റേഷ്യോ 10, രണ്ടും 10 ഫസ്റ്റ് ടൈമും 10 കോമൺ റേഷ്യോ 10. അപ്പോൾ ഫസ്റ്റ് ടൈം 10 അതിന് 10 മൾട്ടിപ്ലൈ 10 സ്ക്വയർ, അടുത്ത 10 മൾട്ടിപ്ലൈ 10 ക്യൂബ്, അങ്ങനെ പോകുന്ന ജി പി ആണത് അല്ലെ. ജി പിന്റെ n ടേംസിന് സം എത്രയാ? ഇവിടെ ആറിന്റെ വാല്യൂ നിങ്ങൾ നോക്കുക, 6 1 വലുതാണ്, r is greater than 1. അപ്പോൾ ജി പിന്റെ സംബന്ധം നമ്മൾ എഴുതുന്നത് a ഇൻറ്റു എന്താ എഴുതാ സൈഡിൽ നോക്ക്, മേലെ നോക്ക്, a ഇൻറ്റു r ആണ് ഇവിടെ വലുത് അല്ലെ. അപ്പോൾ r⁻n−1 / r−1 അല്ലെ സമ്മ്. അപ്പോൾ എന്താ r എന്താ ഇവിടെ a. അപ്പോൾ ഓക്കെ, നമുക്ക് a എഴുതാം. a എന്താ 10 ആണ്. 10 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ 10⁻n−1 r⁻n−1 r എന്താ 10 ആണ്. 10⁻n n -1 ഡിവൈഡഡ് ബൈ r−1 10⁻1 അല്ലേ. ഓക്കെ, അതെഴുതിയ, അതായത് ഇത്രയും സാധനത്തിന്റെ സം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ഇക്വേഷൻ ആണ് അല്ലെ. 10 × 10⁻n−1 ഡിവൈഡ് ബൈ 10⁻1. ഇനി അവസാനത്തേക്ക് നോക്കിയേ, -1 അപ് ടു n ടേംസ്. ഞാൻ ആ മൈനസ് പുറത്തെടുത്തു, എല്ലാത്തിനും മൈനസ് പുറത്തെടുത്തു. അപ്പൊ എന്താ -1 മൈനസ് പുറത്തെടുത്താൽ 1, അടുത്ത -1 മൈനസ് പുറത്തെടുത്താൽ +1, അടുത്ത -1 മൈനസ് പുറത്തെടുത്താൽ +1 അപ് ടു n ടേംസ്. ഓക്കെ അല്ലേ. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 7/9 ഇൻറ്റു എടാ 10 × 10⁻n−1 എന്താ വരിക? നമുക്ക് ഇതിനെ 10 × 10⁻n+1 എഴുതാം അല്ലെ. 10⁻n+1 പിന്നെ 10 × -1 എന്താ -10, 10⁻n+1 -10 എഴുതി. ഡിവൈഡ് ബൈ അടിയിൽ എന്താ 10⁻1 അത് 9 ആണ്. മൈനസ് ഇതെന്താ സാധനം എടാ 1+1+1+ അങ്ങനെ എത്ര 1 ഉണ്ട്? n ടേംസ് ഉണ്ട്, അതായത് n എണ്ണം ഉണ്ട് 1. എടാ 1+1+1+1 അങ്ങനെ 5 എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ അത് എത്രയാ? 1+1+1+1+1 1+1+1+1+1 5 ഉണ്ടെങ്കിൽ 5 ആണ് സം അല്ലെ. അപ്പോൾ 1+1+1+1+ അതൊരു 8 എണ്ണം ഉണ്ടെങ്കിൽ 8 ടേംസ് ഉണ്ടെങ്കിൽ അത് എത്ര വരിക? 1+1+1+1+1+1+1 8 ആണ് വരിക. എത്ര ഉണ്ടോ അതാണ് വാല്യൂ വരിക, സമ്മ് വരിക അല്ലെ. അപ്പൊ ഇവിടെ n ടേംസ് വരെയുള്ളത് 1+1+1. അപ്പൊ എന്താ അതിന്റെ വാല്യൂ എന്താ? സം എന്താ? n ആണ് സമ്മ്. അപ്പൊ അതിന് പറഞ്ഞാൽ n എന്ന് എഴുതി. ഓക്കെ അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്താം, പക്ഷെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എഴുതിക്കൂടാ. എന്താ 7/9 ഇൻറ്റു ആ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എന്താ 10⁻n+1 -10 എന്നിട്ടോ ഈ മൈനസ് ഇടുക, മൈനസ് ഇട്ടു എന്നിട്ടോ 9 × n മേലെ എഴുതുക, 9 × n താഴെയോ അടിയിൽ 9 തന്നെ. ഓക്കെ, സോ 7/9 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ ഓക്കെ 9 അല്ല, നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂമറേറ്ററിന്റെ ന്യൂമറേറ്റർ ഇതേ ഇൻറ്റു ഈ ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ഇതേ ഇൻറ്റു ഇത് 9 അടിയിൽ എന്ത് വന്നു? 18 വന്നു. അടിയിൽ ഡിനോമിനേറ്ററിൽ 18 വന്നു. 9 × 9 81. ഓക്കെ, മേലെന്താ 7/81 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ 10⁻n+1 -10 -9. ഓക്കെ, എന്താടാ 7/8. ഓക്കെ, ഇവിടെ ക്ലിയർ ആവുന്നില്ല അല്ലേ. 7/ എന്താ ആൻസർ വരിക? കുറച്ചുകൂടെ കൂടെ കേൾക്കാം. നോക്കിയേ, ഇനി നോക്കിയേ -10 -9. ഓക്കെ അല്ലേ. സോ 7/81 × 10⁻n+1 -10 -9 എന്ന് തോന്നുന്നു ആൻസർ അല്ലേ. സോ മക്കളെ, ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും 4 മാർക്കിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് വന്നാൽ ഈസി ആയിട്ട് മുഴുവൻ മാർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിക്ക് പഠിച്ചു പോവുക, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. 777 777 അങ്ങനെ പോകുന്ന നമ്പർ, അല്ലെങ്കിൽ 888 888 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ സമ്മ് കണ്ടുപിടിക്കാം. അവിടെ നമ്മൾ എന്താ ചെയ്യാം? ആദ്യം അതിന്റെ സമ്മ് എഴുതും. ഇപ്പോൾ 7 ആണ് 7+77+ അങ്ങനെ എഴുതും. എന്നിട്ട് 7 പുറത്തെടുക്കും, 8 ആണ് 8 പുറത്തെടുക്കും. എന്നിട്ടോ പിന്നെ 9/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിലൊരു 9 ഉള്ളിലോട്ട് എടുക്കും, അടിയിലത്തെ 9 എന്ത് ചെയ്യും? അടിയിൽ തന്നെ വെക്കും. പുറത്തെടുത്ത നമ്പറിനെ ഇപ്പോൾ 7 പുറത്തെടുത്താൽ 7/9 ആക്കി വെക്കും. ബാക്കി മേലത്തെ 9 ന്യൂമറേറ്ററിൽ വരുന്ന 9 മേലോട്ട് ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ടോ അതെല്ലാം എന്താവും? 9+99+ അങ്ങനെയാവും. അതിനൊക്കെ നമ്മൾ 10⁻1 +100 -1 അങ്ങനെ എഴുതും. പിന്നെ നമ്മൾ 10 100 ഒക്കെ ഒരുമിച്ച് എഴുതും. പിന്നെ 10നെ നമ്മൾ എന്താക്കും? 10 സ്ക്വയർ 10⁻1 10 സ്ക്വയർ അങ്ങനെയാക്കും. അതൊരു ജി പി ആണ്, അതിന്റെ സം കിട്ടും. പിന്നെ മൈനസ് അവസാനം -1 അപ് ടു n ടേംസ് ഉണ്ടാവും, അത് -n ആണ് വരിക. അങ്ങനെ ജി പിന്റെ സമ്മിന്റെ ഇക്വേഷൻ എഴുതി അങ്ങനെ സോൾവ് ചെയ്ത് വന്നതാണ്. വളരെ സിമ്പിൾ ആണ്. മിക്കവാറും ഈ വർഷത്തെ ബോർഡ് എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലേ. സോ അടിപൊളിയായിട്ട് പഠിച്ചോളൂ. ആ സീക്വൻസ് ആൻഡ് സീരീസ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് പ്ലസ് 1 മാക്സിമം എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരു എല്ലാ ചാപ്റ്റേഴ്സും സിമ്പിൾ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും സിമ്പിൾ ആണ് പ്ലസ് 1. അതിൽ എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് സീക്വൻസ് ആൻഡ് സീരീസ്. നല്ല രീതിക്ക് പഠിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും പെട്ടെന്ന് കിട്ടാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.